ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏതാണ് എയർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന എയർ ഫിൽറ്റർ ഗ്രീൻ്റെ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു 6 ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് എങ്ങനെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് തന്നെ നമ്മളെ വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആവാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 ദിവസം കൂടുമ്പോൾ നമ്മളെ വണ്ടി ഒന്ന് എടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടും. 2-3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മളെ വണ്ടി എടുത്തിട്ട് ഒന്ന് റണ്ണിങ്ങിൽ ഇട്ട് വയ്ക്കുക. അത് നമ്മളെ ബാറ്ററി ഡൗൺ ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എൻജിൻ സൈഡാണ്. നമ്മുടെ വണ്ടിയുടെ എൻജിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, 2-3 ദിവസം കൂടുമ്പോൾ സെയിം പ്രോസസ്സ്, വണ്ടി ഒന്ന് സ്റ്റാർട്ടിലിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് റവ് ചെയ്യും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത പാടനെ ഒരിക്കലും റവ് ചെയ്യരുത്. അത് നമ്മളെ വണ്ടിയുടെ എൻജിനെ ബാധിക്കും. നമ്മുടെ വണ്ടിയുടെ എൻജിൻ കുറേ ദിവസം റണ്ണിങ്ങിൽ അല്ലാതെ ഇരിക്കുമ്പോൾ എൻജിൻ കോൾഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ടിൽ ഒരിക്കലും റവ് ചെയ്യരുത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒരു ഷെഡിലോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി കാർ പോർച്ചിലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളെ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെൻറ്റർ സ്റ്റാൻഡ് ഇടണം. എൻ്റെ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സൈഡ് സ്റ്റാൻഡിൽ തന്നെ ഇടുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വണ്ടിയുടെ 2 ടയർ ഇരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പോർഷനിൽ പ്രഷർ വന്നിട്ട് നമ്മുടെ ടയർ കേടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു 2-3 ദിവസം കൂടുമ്പോൾ നിങ്ങളെ വണ്ടിയുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ടയറിൻ്റെ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ടയറിൻ്റെ കംപ്ലയിൻസ് ഒക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ ടയറിലെ എയർ ചെക്ക് ചെയ്യുക. അത് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. ഒരു 1 വീക്കോ 2 വീക്കോ കൂടുമ്പോൾ വണ്ടിയിലെ എയർ ഒന്ന് ചെക്ക് ചെയ്യുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ടാങ്ക് കേടാരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവാണെങ്കിൽ നമ്മൾ ഇനി എന്നാണോ എണ്ണ അടിക്കാൻ പോകുന്നത് അന്ന് നിങ്ങൾ ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ മാക്സിമം നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് ടാങ്കിനകത്ത് തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളെ വണ്ടി വാഷ് ചെയ്ത് വയ്ക്കുക. നിങ്ങളെ വണ്ടി ലോക്ക്ഡൗണിന് മുന്നേ നല്ലോണം ഓടിയിട്ട് ചളിയൊക്കെ പിടിച്ചിരിക്കുകയാവും. അപ്പോൾ ഈ ചളിയൊക്കെ പിടിച്ച് ചളിയും വെള്ളമൊക്കെ തട്ടി തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നല്ലോണം വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വയ്ക്കുക. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വാഷ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. വെള്ളത്തുള്ളികളൊന്നും വണ്ടിയിൽ വയ്ക്കാതിരിക്കുക. നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരിക. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ചെയിന് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യുക. ഇനി 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളെ വണ്ടി ഇപ്പോൾ ഷെഡിലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളൊന്നുമില്ലെങ്കിൽ കവർ ചെയ്തിട്ടാണ് വയ്ക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ഓപ്പണായി വെക്കുമ്പോൾ ഒരിക്കലും വെയിലത്തോ അല്ലെങ്കിൽ മഴ കൊള്ളുന്ന സ്ഥലത്തോ വെക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ ഒരു ബൈക്ക് കവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാർപ്പായി യൂസ് ചെയ്ത് കവർ ചെയ്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾ ഒരിക്കലും ക്ലോത്ത് യൂസ് ചെയ്ത് ബൈക്ക് കവർ ചെയ്ത് ഇടരുത്. അത് നമ്മളെ വണ്ടിയെ തുരുമ്പ് വരാനും കൂടാതെ പൊടി കയറാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം തുണി അവോയ്ഡ് ചെയ്യുക. ഒരു ബൈക്ക് കവറോ അല്ലെങ്കിൽ ഒരു ടാർപ്പായോ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ 6 ടിപ്സ്. ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.